ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട 20ാം വാർഡ് ഗ്രാമസഭ പാടിയൊടിച്ചാൽ വ്യാപാരി ഭവനിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. 2026-27 വർഷത്തെ വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കൽ, മാലിന്യമുക്ത നവകേരളം, ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടങ്ങിയ പ്രധാന അജണ്ടകളാണ് ഗ്രാമസഭയിൽ ചർച്ച ചെയ്തത്. ഇതിനൊപ്പം വിവിധ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വാർഡിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. വാർഡ് കൺവീനർ KM തോമസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ലൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ വാർഡിലെ 7 അയൽസഭയാണ് നമുക്കുള്ളത്. ഈ 7 അയൽസഭകളിലും വളരെ നല്ല പങ്കാളിത്തത്തോടുകൂടെ ആൾക്കാരത് സജീവമായിട്ട് പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു നമ്മുടെ മച്ചയിലൊരു അംഗൻവാടി വേണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ഈ ഗ്രാമസഭ എടുത്തെത്തുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടിയാണ് നമ്മുടെ മച്ചയിൽ അംഗീകരിച്ചിരിക്കുന്നത്. ഏകദേശം 60 ലക്ഷം രൂപയോളം അതിന് തുക നീക്കി വച്ചിട്ടുണ്ട്. ഇപ്പം പഞ്ചായത്തിൽ തന്നെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ടിവിയും കമ്പ്യൂട്ടറും അടക്കം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ഗ്രൗണ്ട് അടക്കമുള്ള പഞ്ചായത്തിൽ തന്നെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടി നമ്മുടെ വാർഡിൽ വന്നു എന്നുള്ള സന്തോഷം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു നിർദ്ദേശം വെച്ചിരുന്നു, നമ്മുടെ പാടിയോട്ടിൽ ഹൃദയഭാഗത്ത് നമുക്ക് റൂറൽ ലൈബ്രറിയും പപ്പേട്ടനടക്കം ഇവിടെ ഇരിക്കുന്നു, നിർദ്ദേശം വെച്ചതിന് മുൻപന്തിയിലുണ്ടായിരുന്നതാണ്. റൂറൽ ലൈബ്രറിയും അതുപോലെ ഒരു ബിൽഡിങ്ങും വേണം, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. ഏതായാലും റൂറൽ ലൈബ്രറിക്ക് വേണ്ടിയുള്ള തുക, പ്രാഥമിക തുക നമ്മൾ വകയിരുത്തിക്കൊണ്ട് ആ പദ്ധതി മുമ്പോട്ട് പോകും എന്നീ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ AB ലേജു അനുമോദിച്ചു. ലഹരിമുക്ത സമൂഹത്തിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ KP ശശിധരൻ ഗ്രാമസഭയിൽ പങ്കെടുത്തവർക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഷിക പദ്ധതി നടത്തിപ്പിൽ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി ചേർന്ന ഗ്രാമസഭയിൽ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാമസഭാ കോർഡിനേറ്റർ സജിനി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. രാജ്യം, നമ്മുടെ സമൂഹം ഇന്ന് ഈ ലഹരിയുടെ ഒരു വലിയ കരാള ഹസ്തത്തിൽ നമ്മൾ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം നടക്കുന്ന ലഹരി വിനിമയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് രാജ്യത്ത് ലഹരി ബിസിനസ്. നമുക്ക് ഏതൊക്കെ 2-3 വർഷം മുമ്പ് നമുക്ക് പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖത്ത് നിന്ന് ലഹരി കണ്ടെയ്നർ പിടികൂടിയുണ്ടായി. 20,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് നമുക്കന്ന് പിടികൂടിയത്. സ്വന്തം കുടുംബ ബന്ധങ്ങൾക്ക് മനുഷ്യൻ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനം, നമുക്കറിയാം, ഒരു വികസന പ്രവർത്തനങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ജനപ്രതിനിധികളുടെ മുന്നിൽ ഉണ്ടാവുക. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെയാണ് നമ്മളത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രാമസഭ എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനാധിപത്യ രീതിയായിട്ടാണ് ഗ്രാമസഭയെ നമ്മൾ കണ്ടുവരുന്നത്. മാനവരാശിയെയും നമ്മുടെ യുവതലമുറയെയും കാർന്നു തിന്നുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയോ ഇല്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസനീയമായ ചികിത്സയും 24 മണിക്കൂർ അത്യാഹിത സേവനവും ജനറൽ മെഡിസിൻ,
ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.